എൻ്റെ അടുത്ത് വരുന്ന പല അമ്മമാരും കുട്ടികൾ ആഹാരം കഴിക്കുന്നില്ല എന്നൊരു പരാതി പറയാറുണ്ട്. അവർക്ക് വിശദമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികൾ യഥാർത്ഥത്തിൽ ആഹാരം കഴിക്കാത്തതല്ല പ്രശ്നം. അവർക്ക്, അതായത് അമ്മമാർ ഉദ്ദേശിക്കുന്ന ആഹാരങ്ങൾ അവർ ആവശ്യത്തിന് കഴിക്കുന്നില്ല. എന്നാൽ കുട്ടികൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രശ്നം വിശപ്പില്ലായ്മയല്ല. അതായത് അമ്മമാർ ഉദ്ദേശിക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾ കഴിക്കുന്നില്ല, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളുടെ വിശപ്പില്ലായ്മ എന്ന് പറഞ്ഞ് പല അമ്മമാരും വരുന്ന പ്രശ്നം അത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ശരിക്കും യഥാർത്ഥത്തിൽ വിശപ്പില്ലായ്മയാണ്. ആ വിശപ്പില്ലായ്മയുടെ എന്ന് പറയുന്നത് കുട്ടികൾ ഒരു തരത്തിലുള്ള ഭക്ഷണവും, അവർക്ക് ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ, ഒരു തരം ഭക്ഷണങ്ങളും അവർ കഴിക്കത്തില്ല. ആ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിലെ വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളിലെ വിരശല്യമാണ്. അപ്പോൾ ആ വിരശല്യം മാറാനായിട്ട് വിരശല്യത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറുകയും കുട്ടികൾക്ക് തനി വിശപ്പുണ്ടാകുകയും ചെയ്യും. എന്നാൽ ചില കുട്ടികളിൽ ഈ വിരശല്യം ഇല്ലാതെയും വിശപ്പ് കുറയാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വിശപ്പുണ്ടാകാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴും അവർക്ക് വിശപ്പുണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം, അതായത് കുട്ടികൾ അവർക്കിഷ്ടമുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുകയും എന്നാൽ അമ്മമാർ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ശരിക്കും കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ മരുന്നല്ല ആവശ്യം, അതിനൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യം. അപ്പോൾ ആ കുട്ടികളുടെ ഈ ആഹാരം കഴിക്കാത്ത പ്രശ്നത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുക. അതിൽ ഈ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.